കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണം ആരംഭിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണവും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണവും സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയത്. തട്ടിപ്പ് ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മേഘമാധവൻ കോഴിക്കോട് നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. മേഘ, തട്ടിപ്പ് വെളിവായിട്ടുണ്ടല്ലേ? ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള കാര്യത്തിലൂടെ സ്ഥിരീകരണം കൃത്യമായി തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അത്തരത്തിൽ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം പ്രാഥമിക അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്നത്. ഈ പ്രാഥമിക അന്വേഷണത്തിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിലുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. 7 വകുപ്പുകൾ, അതായത് വിശ്വാസ വഞ്ചന, തട്ടിപ്പ് ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി അധ്യാപകർ, ജീവനക്കാർ ഉൾപ്പെടെ നിരവധി ആളുകളെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഈ പ്രധാന ആരോപണ വിധേയരായ MS സൊല്യൂഷൻസിന്റെ ഷുഹൈബിനെതിരെയും നേരത്തെ പരാതി ഉയർന്നു വന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇയാൾക്ക് ചോദ്യം ചെയ്യാൻ, മൊഴിയെടുക്കാൻ നോട്ടീസ് നൽകിയ സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP റെജി M കുന്നംപറമ്പിലാണ് അന്വേഷണ ചുമതല. ഇവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി പലരുടെയും മൊഴി രേഖപ്പെടുത്തി. DD ഉൾപ്പെടെ പരാതി നൽകിയ ആളുകളുടെ മൊഴി, അധ്യാപകരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് MS സൊല്യൂഷൻസിന് ചോദ്യപേപ്പർ ചോർത്തി എന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ചില അധ്യാപകരും, കൃത്യമായി നമുക്ക് പേരെടുത്ത് പറയാൻ സാധിക്കുകയില്ല, ചില അധ്യാപകരും ഈ അന്വേഷണ പരിധിയിൽ വരുന്നു എന്നതാണ് അന്വേഷണ സംഘം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. MS സൊല്യൂഷൻസ് അല്ലാതെ പല യൂട്യൂബ് ചാനലുകളും പൂർണ്ണമായും ചോദ്യങ്ങളില്ലെങ്കിലും പല ചോദ്യങ്ങളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് പരീക്ഷയ്ക്ക് വന്ന സാഹചര്യം കൂടിയുണ്ട്. അതൊക്കെ തന്നെയും പരിശോധിച്ചുകൊണ്ട് മറ്റ് യൂട്യൂബ് ചാനലുകൾക്കും ഇതിൽ പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നു. പ്രാഥമികമായ അന്വേഷണത്തിൽ ചോദ്യപേപ്പർ ചോർന്നു എന്നത് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടത്. ആ നിർദ്ദേശത്തെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 2-3 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIR നമ്പർ ഏതായാലും നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. പക്ഷേ വഞ്ചന, തട്ടിപ്പ് ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. MS സൊല്യൂഷൻസ് കൃത്യമായി തന്നെ വിശ്വാസ വഞ്ചന കാണിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നൊരു ആരോപണം കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ഏതായാലും തുടക്കത്തിലുണ്ടായിരുന്ന ആരോപണം SLC+1 ചോദ്യപേപ്പർ ചോർന്നു എന്നത് തന്നെയാണ് അന്വേഷണ സംഘം ഉറച്ചു നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. പ്രാഥമികമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, ചോർന്നിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ഇതേ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. കൊടുന്ന മേഘയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു, FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ചോദ്യപേപ്പർ ചോർന്നു എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വരികയാണ്.